ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക ചിപ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതുപോലെയുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക ചിപ്സ് നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ക്രിസ്പി ആയിട്ട് മാസങ്ങളോളം സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ, ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല മൂത്തിട്ടുള്ള പച്ച ചക്കയാണ് കേട്ടോ വേണ്ടത്. കൂടാതെ തന്നെ അധികം കട്ടിയുള്ള ചുള എടുക്കാതിരിക്കാവും നല്ലത്. അങ്ങനെയുള്ള ചക്ക ചിലപ്പോൾ ക്രിസ്പി ആയിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, പിന്നെ പെട്ടെന്ന് തന്നെ തണുത്ത് പോവുകയും ചെയ്യും. എന്നിട്ട് ഈ ചക്കച്ചുള കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ കനം കുറച്ചിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ. അതുപോലെ ഞാൻ ചക്കച്ചുളയുടെ ആ കട്ടിയുള്ള രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ട് നടുക്ക് വരുന്ന ആ പോർഷന് മാത്രമാണ് കേട്ടോ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഇനി ഞാനിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചക്ക അരിഞ്ഞതും കൂടെ ഇതുപോലെ വെതറി ഇട്ട് കൊടുക്കാം. നമ്മൾ ഒഴിച്ചിരിക്കുന്ന ഓയിലിൻ്റെ അളവിനനുസരിച്ച് ചക്കയുടെ പീസുകൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എല്ലാ പീസുകളും ഓയിലിൽ മുങ്ങി കിടക്കണം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയുടെ ചൂട് നമ്മൾ ക്രമീകരിച്ചിട്ട് വേണം ചക്ക ഫ്രൈ ചെയ്തെടുക്കാൻ. നന്നായിട്ട് ചൂടൊന്ന് കുറഞ്ഞ് വരുന്ന സമയത്ത് മാത്രം ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ ചക്ക പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ച് കോരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ക്രിസ്പി ആയിട്ടുണ്ടാവും. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ തണുത്ത് പോവും. അതുപോലെ നമുക്ക് കുറേ ദിവസമൊക്കെ സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പതുക്കെ ക്ഷമയോട് കൂടിയിട്ട് വേണം ചക്ക വറ്റലുണ്ടാക്കാൻ. അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ സാവധാനം ചക്ക പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതുപോലെയുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക ചിപ്സ് ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. ഒരുപാട് നാൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഇതിലേക്ക് നമ്മൾ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ ചക്ക മൂത്ത് വരുമ്പോൾ ചെറുതായിട്ട് കളറ് മാറിയിട്ട് വരും. ഇപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ കളറൊക്കെ മാറിയിട്ട് ചെറുതായിട്ട് സൗണ്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇതുപോലെ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ, ഇളക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കിളുങ്ങുന്ന പോലെയുള്ള സൗണ്ട്. ആ ഒരു സൗണ്ട് കേൾക്കുന്ന സമയത്ത് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ചക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ മാറി വന്ന് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇളക്കി കൊടുത്തപ്പോൾ നിങ്ങൾ സൗണ്ട് കേട്ടല്ലോ അല്ലേ. ആ ഒരു സൗണ്ട് ആവുന്ന സമയത്ത് വേണം നമുക്കിത് കോരിയെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി വെതറി കൊടുത്തിട്ട് ഇതുപോലൊന്ന് കുടഞ്ഞു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചക്ക ചിപ്സ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം ഇത് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും, ഒട്ടും തണുത്ത് പോവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്